ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. ഉത്സവം പ്രമാണിച്ച് വന്നതാണ്. അപ്പോൾ അമ്മ അങ്ങൊന്ന് വന്നിട്ടുണ്ട്. അമ്മ ഇന്ന് ഉത്സവത്തിൻ്റെ തീരുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ രാത്രി നമുക്കിന്ന് ഡിന്നർ കഞ്ഞിയും പയറുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഞ്ഞി കുടിക്കാതിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ദുവിയാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലും അവിടെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ അതിൻ്റെ ഇടയ്ക്ക് കസേര ഉരുട്ടിക്കൊണ്ട് നടക്കണം. കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നതുമില്ല. അവസാനം അമ്മാമ്മ എടുത്ത് പടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണി കഴിച്ചില്ല. ഉണ്ണി കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പോൾ അന്ന് വൈകിട്ടത്തെ മഴയ്ക്ക് വണ്ടി ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചത്. പക്ഷേ നമ്മുടെ മുകളിൽ നിന്നുള്ള മണ്ണൊലിപ്പിൽ വണ്ടി അങ്ങ് നീങ്ങിയിരുന്നു. അപ്പം ഞാനത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതായത് പിറ്റേ ദിവസമായേ ഉത്സവം തീരുന്നതുണ്ടെന്നേ. അപ്പോൾ ഉണ്ണിക്കന്ന് അത്യാവശ്യമായിട്ട് ജോലി ഉള്ളതുകൊണ്ട് ഉണ്ണിക്ക് ഉത്സവം കൊണ്ടാൻ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ണിതാ രാവിലെ പോകാനായിട്ട് റെഡിയായൊക്കെ നിൽക്കുവാണ്. അപ്പം നമ്മളിതാ രാവിലെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ കുഞ്ഞാറ്റ മടിയിൽ ഇരിപ്പുണ്ട് ചേച്ചിയുടെ. അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് അവളടുത്ത് എന്തെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര ചിരിയാണ്. ആ സമയം ദുവി അങ്ങനെയല്ല. ദുവി പെട്ടെന്നൊന്നും ചിരിക്കില്ല. പക്ഷേ കുഞ്ഞാറ്റ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവൾ ചിരിക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളിതാ ഉച്ചയ്ക്കല്ല ഒരു 10-10:30 ആയപ്പോൾ ഇന്ന് ആറാട്ടായതുകൊണ്ട് ഇന്ന് ഫുഡെന്ന് വെച്ചാൽ സദ്യ അതിന് നേരത്തെയാണ്. അപ്പം നമ്മളൊരു 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയേ. അപ്പം ഞാൻ റെഡിയായിട്ട് ഞാൻ എൻ്റെ കുറച്ച് സൗന്ദര്യം ആസ്വദിക്കുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. ദുവിക്ക് ഞാൻ ചീപ്പ് വെച്ച് സൈഡ് വേപ്പ് വെച്ച് ചീവി കൊടുത്താണ് മുടി. അപ്പം അമ്മ നേരത്തെ പോയേ. അമ്മയ്ക്കിന്ന് പോകണമായിരുന്നു. അമ്മ ഉച്ച കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പം വലിയ ചെരും നേരത്തെ പോയി. അപ്പം ഞാനും അമ്മയും ചേച്ചിയും പിള്ളേരും കൂടാണ് നമ്മൾ നടന്നാണ് പോണത്. അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കൊച്ചുങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ല. നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും ദേവനെയും കൂടെ നമ്മൾ ഇടയ്ക്ക് ക്യൂവിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നേ. അമ്മ അച്ഛനും ചോറ് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ എല്ലാവരും കഴിച്ചേ. ഇപ്പം ഞാൻ ചോറ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരൊക്കെ തിന്നുന്നത്. ഞാൻ വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ ഇത് ദേവൻ കഴിക്കുന്നതാണ്. ദേവൻ മൊത്തം അത്തപ്പൂക്കെ ഇട്ടാണ് കഴിക്കുന്നത്. കുഞ്ഞാറ്റയ്ക്ക് ആ ചേച്ചി അവിടെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞാറ്റ ഞാൻ എടുത്ത്. അപ്പം ഞാൻ അവളുമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളിടയ്ക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത്. അപ്പോൾ ദുവിയാണെങ്കിൽ ചേച്ചിയുടെ കളിക്കുന്ന വലിയച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുവിക്ക് ഞാൻ മീഷോന്നൊരു ബൂട്ടീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിന് 200 സംതിങ് എത്രയാണ്. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. വലിയച്ഛൻ നമുക്ക് ഐസ്ക്രീം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ്. ഭയങ്കര ചൂടല്ലേ, സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അമ്മ ചക്ക എടുത്ത് പൊളിച്ച് കൊടുക്കുവേ. അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ പെട്ടെന്നത് ചെയ്ത് തീർക്കാനായിട്ടിരുന്നേ. വൈകുന്നേരം കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്ക് കാണണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ വന്നതാണ്. പക്ഷേ ദുവി ഇച്ചിരി അലമ്പായതുകൊണ്ട് ഞാൻ ഇറക്കുന്ന കാണാൻ നിന്നില്ല. പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് നമ്മൾ 6 മണിയൊക്കെ അപ്പോൾ വീണ്ടും തിരിച്ച് വന്നേ ഘോഷയാത്ര കാണാനായിട്ട്. ഘോഷയാത്രയ്ക്ക് അങ്ങ് പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പോകാൻ പറ്റിയില്ല, കൊച്ചുങ്ങളുള്ള കാരണം. അങ്ങനെ നമ്മളത് അമ്പലത്തിൻ്റെ അവിടെ കുച്ചപ്പുറത്ത് തന്നെ വന്ന് നമ്മൾ നിന്നിട്ട് അത് ഘോഷയാത്ര അങ്ങോട്ട് മണ്ഡപത്തും കടയിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് എന്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് ആനയും ഭഗവാന്റെ തിടമ്പുമായിട്ട് പോകണുണ്ട്. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവിടെ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ പാവകളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളൊരു കോഴിമയമാണ്. പെടക്കോഴിയും പൂവൻകോഴിയും എല്ലാ കോഴികളും ഉണ്ടായിരുന്നു. ഇത് ഫ്രണ്ടിൽ പോണത് പെടക്കോഴി. പുറകെ നമ്മുടെ പൂവൻകോഴികളും വരുന്നുണ്ട്. അപ്പം ഞാൻ മറ്റു സാധനമാണ് നോക്കണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഉണ്ടോയെന്നാണ് ഞാൻ എത്തി നോക്കണം. പക്ഷെ ആദ്യം നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. പിന്നെ അടുത്ത കൊട്ട് പോണ്. പിന്നെ അതിൻ്റെ പുറകിലൊരു വണ്ടി വരണം. അപ്പോൾ ആ വണ്ടി പോയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ വരണോണ്ട് ഒരാളെ ഉള്ളായിരുന്നു കേട്ടോ. ആദ്യം നോക്കിയപ്പം ഇത് ഒരാളെ കാണുമെന്ന്. അപ്പോൾ എല്ലാവരെയും പേടിപ്പിച്ചിട്ടൊക്കെ വരുന്നുണ്ട് പുള്ളി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോയി. ദുവി അവിടെ എവിടെയോ നിൽക്കുമായിരുന്നു. ദുവിയെ ഞാൻ അതുകൊണ്ട് കണ്ടില്ല. ദുവി ആരുടെയോ കയ്യിലായിരുന്നു, എൻ്റെ കയ്യിലില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം അമ്മാമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നേ. ഇപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് അവന് വാങ്ങിച്ച ഡ്രസ്സാണ്. മറ്റേ ബ്യൂട്ടീസാണ് അവൻ കാലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരെണ്ണം പുറകെ ക്ഷീണിച്ച് എന്തോ പോവാണ്. അപ്പം ഞാൻ എല്ലാവരെയും പിടിച്ചേർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ വലിയച്ഛനുമായിട്ട് എന്തോ കത്തിവെക്കുവാണ്. എന്തോ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഭയങ്കര സംസാരമാണ്. അപ്പം ചേച്ചി എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അപ്പം എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരൊക്കെയാണ്. അമ്മയും നിൽപ്പുണ്ട് അവിടെ. എന്തായാലും എൻ്റെ അമ്മ വലിയച്ഛൻ വെള്ളം കുപ്പിയായിട്ട് നിൽക്കുന്നത്.
അങ്ങനെ അതാ എല്ലാവരും ഭയങ്കര സംസാരമാണ്. അപ്പം നമ്മുടെ ആറാട്ട് പോയില്ല, അത് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റോഡിൽ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ എല്ലാവരെയും പിടിച്ച് നിർത്തി വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അന്ന് അത് കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ട് പോയ ആറാട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അവന്ന് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ സാധനം തന്നെ ഇങ്ങോട്ടും തിരിച്ച് വരുന്നത്. ആദ്യം മറ്റേ താലപ്പൊലിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നടന്നു പോണു, പിന്നെ കൊട്ട്, പിന്നെ നമ്മുടെ ശിങ്കാരി മേളം, പിന്നെ നമ്മുടെ അമ്മൻകുടം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വട്ടവും ഇവിടെ ഈ ഘോഷയാത്രയ്ക്ക് ഭയങ്കര മഴയായിരിക്കും. പക്ഷേ ഇന്ന് മാത്രം മഴ പെയ്തില്ല. ഇന്നലെ നമ്മുടെ ലക്ഷദ്വീപം ഉണ്ടായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ തകർപ്പ മഴ. നമുക്ക് ലക്ഷദ്വീപത്തിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഇന്നാണെങ്കിൽ മഴയൊന്നും ഇല്ലായിരുന്നു, സാധാരണ മഴയുള്ളതാണ്. പക്ഷേ എല്ലാ പ്രാവശ്യത്തും ഒരു വൈബ് എനിക്ക് ഈ പ്രാവശ്യം തോന്നിയില്ല. എല്ലാ പ്രാവശ്യം ഞാൻ ആകെ കഴിഞ്ഞ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വൈബ് എനിക്ക് ഈ വട്ടം തോന്നിയിട്ടില്ലായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം DJ വണ്ടി അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഇല്ലായിരുന്നേ. അങ്ങനെ അതാ തുവി ഇങ്ങനെ എല്ലാം വായും പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടേ. അങ്ങനെ അതാ അമ്മൻകുടമാണ് ഇപ്പം ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം അവനും കാണിച്ചു കൊടുത്ത് നമ്മളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആന വരുന്നുണ്ട്, നമ്മുടെ ഭഗവാന്റെ തിടമ്പും കൊണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മളവിടെ നിന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് പുറകെ നമ്മുടെ KSRTC ഉണ്ട്. അപ്പം നമ്മുടെ അങ്ങോട്ട് പോയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നല്ല കോഴി കുണുങ്ങി നടക്കുന്ന പോലെ കുണുങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മുടെ പൂവൻ കോഴി, പിന്നെ കൊട്ട്, പകുതി കോഴിയൊന്നും കാണാനില്ല കേട്ടോ, ബാക്കിൽ നിന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ അടുത്ത നമ്മുടെ അങ്ങോട്ട് പോയ സാധനം നമ്മുടെ ഗൊറില്ല തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് നമ്മുടെ ഗൊറില്ലയും ഭയങ്കര ഡാൻസാണ്. അങ്ങനെ അത് ഗൊറില്ലയുടെ ബാക്കിലും കുറച്ച് കോഴിയുണ്ട്, നമ്മുടെ മറ്റേതിൻ്റെ ബാലൻസ് കോഴികൾ. അങ്ങനെ നമ്മുടെ ബാലൻസ് കോഴികളും എല്ലാവരും മുന്നേ കയറി പോകുന്നുണ്ട്. അപ്പോൾ ദുവിയെ ഒരു കോഴി വന്ന് നോക്കിയിട്ട് പോകണം. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല. അവൻ മറ്റേ നമ്മുടെ ഗൊറില്ലയാണ് നോക്കണത്. അവൻ അതിനെയാണ് ഇഷ്ടപ്പെട്ടത്, കോഴിയൊന്നും അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവിടെ വന്നിട്ട് ആരത്തൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ അതങ്ങ് പോയേ. അവിടെ നിന്ന് കറങ്ങി തുള്ളി അതങ്ങ് പോയിട്ടുണ്ടേ. പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള, അതിനെയാണ് നമ്മളിനി അടുത്ത് നോക്കണത്. അത് അടുത്ത വണ്ടിയുടെ പുറകിൽ വേറെ കുറച്ച് പിള്ളേർ ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെയും കുറച്ച് കോഴിയുണ്ട്. കോഴി കുറച്ചല്ല, അതിൽ ബാക്കി 1-2 കോഴി എന്തോ ഉണ്ട്. ഇപ്പോൾ കുറച്ച് പിള്ളേർ ഡാൻസൊക്കെ ഭയങ്കര തകർപ്പൻ ഡാൻസൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ബാക്കിയുള്ള ഒരു ഗോറില്ല വരുന്നു. അപ്പോൾ നമ്മൾ അതിനെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആറാട്ട്, അപ്പം നേരെ ആറാട്ടിന് കാണാൻ വേണ്ടി പോകണം. നമ്മുടെ അമ്പലക്കുളത്തിൽ തന്നെ ആയിരുന്നേ. നമ്മളിത് അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അമ്മയും ഉണ്ണിയുടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങിയില്ല, അമ്മ അങ്ങ് താഴോട്ടിറങ്ങിപ്പോയേ. നമ്മളിങ്ങനെ മുകളിൽ നിന്നിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നിട്ട് കാല് വേദന എടുക്കുമായിരുന്നു. കുറേ നേരത്തിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട്. അപ്പോൾ ദുവി ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കൈ കൊട്ടുന്നത്, കാരണം അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോയേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.